ഇന്നത്തെ പത്രം വായിച്ചു. പത്രം ഏത്? മനോരമ, മാതൃഭൂമിയാ? കുന്തപത്രം. അതെ, വായിച്ചു നോക്കടാ. ഇത് വായിക്ക്. വായിച്ചിതാ. വായിക്കാം. സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് ജനറൽ മാനേജറായി MBA-കാരനെ ആവശ്യമുണ്ട്. സുന്ദരനും സൽസ്വഭാവിയുമായ അവിവാഹിതർക്ക് മുൻഗണന. നീ MBA-കാരനാണോ? അല്ല. സൽസ്വഭാവിയാണോ? സുന്ദരനാണോ? പിന്നെ അല്ല, നീ എന്നെ പോലെയാ. പക്ഷെ ഞാൻ അവിവാഹിതനാണല്ലോ. ഇവിടെ പറമ്പ് കളിക്കുന്ന കുട്ടനും അവിവാഹിതനാണല്ലോ. എടാ, എന്നിട്ടെന്ത് കാര്യം? ഒരു MBA-കാരനെ കൊണ്ട് അളിയനെ അവളെ കെട്ടിക്കാനാ പ്ലാൻ. അതിന് സൂര്യ സമ്മതിക്കും. ഹലോ ഹലോ, മത്തായി സാറല്ലേ? അതെ, ഞാൻ മാമച്ചൻ. ഏത് മാമച്ചൻ? സാറന്നെ അത്ര വേഗം മറന്നോ? ഒരു കാഴ്ചയുണ്ടേ, ഫ്രഷാ. എടോ, ഞാനതൊക്കെ നിർത്തി. ഈ പുലിവാലൊന്നും പിടിക്കാൻ ഞാനില്ലേ. ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയതിനാ എന്റെ 2 സഹപ്രവർത്തകർ അകത്തായത്. ഈ കേസ് കെട്ട് നമുക്ക് വേണ്ടേ? 18 താഴെ പീഡനം, 18 മുകളിൽ വാണിപ്പം. സാറേ, ഇതെന്റെ പേഴ്സണൽ കേസാ. ഒന്ന് നോക്ക്, പറ്റിയില്ലെങ്കിൽ വിട്ടേക്ക്. എന്താ നിന്റെ പേര്? ശ്രീദേവി. ആ പേര് ഇത്തിരി പെശകുള്ള പേരാണല്ലോ. സാറിന്റെ പേരെന്താ? അത് മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് വേണം പോലീസുകാരും പത്രക്കാരും ചോദിക്കുമ്പോ തത്ത പറയും പോലെ എന്റെ പേര് പ്രതികരണ ലിസ്റ്റിൽ ചേർക്കാൻ. എന്റെ പൊളിറ്റിക്കൽ ഇമേജ് കളയാൻ നോക്കല്ലേ മോളെ. ഇരി. അതെ, നിനക്ക് എത്ര വയസ്സായി? ഇതാ സാറേ SSLC ബുക്ക്. എനിക്ക് 18 തികഞ്ഞു. മുൻമന്ത്രി എഴുവിന്റെ മത്തായി സാറല്ലേ? അതെ. തന്റെ പേരെന്താ? ഞാൻ ബൽറാം, ഇൻസ്പെക്ടർ ബൽറാം. കേട്ടിട്ടില്ലേ? ഇവിടെ കേട്ടിട്ടുണ്ടോ? ഏത് സ്റ്റേഷനിലാ? ഇവിടെ തന്നെ. ഇവിടുത്തെ പീതാംബരനല്ലേ? പീതാംബരം പത്തനാപുരത്തേക്ക് പോയി. ഇന്ന് സന്ധ്യക്ക് ഞാൻ പീരിമേട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നു. പണിഷ്മെന്റ് ട്രാൻസ്ഫർ. പീരിമേട്ടിൽ ഒരു സഹാവിനെ കണ്ട് ചിരിച്ചില്ല, അതാ കേസ്. സാറിനെന്താ ഒരു പരിഭ്രമം? സാറിന്റെ തറയിൽ കാലുറപ്പിച്ച് നിൽക്കാത്തത്? ഒരു തരം സന്ധിവാദമാ, പാരമ്പര്യമായിട്ടുള്ളതാ. സാറിന്റെ മുഖത്തെന്താ ഒരു കള്ള ലക്ഷണം? അത് ജന്മനാ ഉള്ളതാ. സാർ ഇങ്ങോട്ട് ഇറങ്ങി മാടി. മത്തായി സാർ കോഴിത്തീറ്റയൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ പീഡനം തുടങ്ങിയോ? അയ്യോ, ഇത് പീഡനമല്ല, അവർക്ക് 18 വയസ്സ് കഴിഞ്ഞു. അപ്പൊ വാണിഭം രണ്ടും ഫലത്തിലൊന്നും തന്നെ. സാർ, എന്നെ രക്ഷിക്കണം. ലോ ആൻഡ് ഓർഡർ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഓഫീസർ രക്ഷിക്കണമെന്നോ? സാർ, എന്ത് തരും? എന്ത് തരണം? 2 ലക്ഷം. 2 ലക്ഷമോ? ഞാൻ ഈ വനിതയൊന്നും തൊട്ടിട്ട് പോലുമില്ല സാർ. കാശ് പോണോ മാനം പോണോ? കാശ് പോയിക്കോട്ടെ, എന്നാലും ഇത് കുറച്ച് അധികമല്ലേ? സാറേ, പോലീസുകാർക്ക് ഇപ്പൊ ദൈവം അറിഞ്ഞു തരുന്ന ലോട്ടറിയാണ് ഈ പീഡനം. സർവീസിനിടയിൽ ഒരു പീഡനമോ വാണിഭമോ കിട്ടിയാലുണ്ടല്ലോ, ലൈഫ് ജോളി, വൈഫ് ജോളി ജോളി. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടുമ്പോ നമ്മുടെ ലക്ഷ്യം ലക്ഷങ്ങളായിരിക്കണം. അതുകൊണ്ട് ജപജപാന്ന് കാശിനെടുത്ത ടൈമില്ല. എത്ര വേണമെങ്കിലും തരാം, പക്ഷെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞെന്നെ പേടിപ്പിക്കരുത്. നിന്റെ അച്ഛൻ ബീഹാർ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങില്ലെന്ന് കരുതിയോടാ. ആണോ വെളിയിലാ ബോർഡ് കെട്ടി തൂക്കിയത്? സർദാർജി നിന്നോട് വീട് ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞോ? പിന്നെ എന്തെങ്കിലും മണ്ടത്തരം ഒപ്പിച്ചോടാ പട്ടി. ഹരിചന്ദ്ര, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വേഷം മാറി നടക്കണ കണ്ടപ്പോ സർദാർജി എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ ജോലിയെന്ന്. നീ എന്ത് പറഞ്ഞു? ഞാനൊരു ഫിലിം സ്റ്റാർ ആണെന്ന് പറഞ്ഞു. ഫിലിം സ്റ്റാർ? അയാളത് വിശ്വസിക്കണം. നിനക്ക് ആ ലുക്ക് ഉണ്ടല്ലോ. താങ്ക് യു. പിന്നീട് പഹാഡ്ഗഞ്ചിന്ന് പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് മനസ്സിലായി നമ്മൾ 2 പേരും കള്ളന്മാരാണെന്ന്. 14-ാമത്തെ വയസ്സിൽ നാട്ടില് അയലത്തെ അമ്മിണി ചേച്ചിയുടെ മാലയും വളയും അടിച്ചോണ്ട് മുങ്ങി അന്ന് തുടങ്ങിയതാണ് ഈ തൊഴില് എന്നൊക്കെ എന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ? അന്നൊക്കെ അതിന്റെ പിന്നിൽ നിന്റെ മണ്ടത്തരം ഉണ്ടായിട്ടുണ്ട്. നമിച്ച് ഇനി ഈ തൊഴിൽ എനിക്കൊരു പാർട്ട്ണറേ വേണ്ട. അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ ഞാനും തീരുമാനിച്ചു. നിന്റെ കൂടെയുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞാനും നിർത്തി. ഇനി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ. എന്തു ജോലി? കേരളത്തിലെ ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറായി ചാർജ് എടുത്ത്
അവിടുത്തെ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവാണ്. എന്താ നീ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാ. ഈ പത്രം ഒന്ന് കാണ്. ദാ, നോക്കൂ. സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലേക്ക് ഒരു ജനറൽ മാനേജറെ ആവശ്യമുണ്ടെന്ന്. ഈ സ്ഥാപനത്തിന്റെ MD ശങ്കർജിയെ ഇന്നലെ ഞാൻ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. അയാളുടെ കണ്ണിൽ ഇപ്പൊ ഞാനൊരു കോടീശ്വരനായ തന്തയാണ്. അതിനാണ് ഈ വേഷമിട്ടത്. ജനറൽ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യാൻ കല്യാണം കഴിക്കാത്ത സുമുഖനായ ഒരു നായരെയോ മേനോനെയാണ് പുള്ളിക്ക് നോട്ടം. അതും MBA-കാരൻ. ശങ്കർജിക്ക് ഒറ്റ മോളാ സൂര്യ. ആ MBA-കാരനെ കൊണ്ട് അവളെ കെട്ടിക്കാനാണ് അയാളുടെ പരിപാടി. ദാ, ഇപ്പൊ ഞാൻ വീണ്ടും അയാളെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട് വരികയാണ്. മാരേജും ഫിക്സ് ചെയ്തു. ആർക്ക്? എന്റെ മോന്. നിന്റെ മോനോ? അതെ. ഇപ്പൊ ഞാൻ എന്റെ മകന്റെ അച്ഛനായി ചെന്ന് ശങ്കർജിയെ പരിചയപ്പെട്ടു. ഇനി മകനായി ചെന്ന് അയാളുടെ മോളെ ഞാൻ കിട്ടും. 23-കാരനും 63-കാരനുമായി ഒരു ഡബിൾ റോൾ. ഡബിൾ റോൾ അല്ലേ? അച്ഛനെയും മകനെയും ഒന്നിച്ച് കണ്ടോന്ന് അയാൾ ആവശ്യപ്പെട്ടാലോ? അത് അയാൾ ചോദിച്ചില്ലെങ്കിലോ? ഞാൻ ചോദിപ്പിച്ചാലോ? എടാ പപ്പ, ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്ക്. ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം. നിനക്കതില്ല, എനിക്കതുണ്ട്. അതുകൊണ്ട് ഞാൻ മകനാകാം. പപ്പ, നീ എന്റെ പപ്പ. അത് ശരിയാവില്ല. അത് ശരിയാവണം. അച്ഛനായി കഴിഞ്ഞ പിന്നെ എനിക്ക് പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് പെണ്ണ് വേണോ അതോ സ്വത്ത് വേണോ? ഡാ, എന്റെ ബുദ്ധിയും നിന്റെ അഭിനയവും കൂടി ആവുമ്പോ സംഗതി ഗ്രാൻഡ് ആവും. പക്ഷേ നമുക്കൊരു MBA സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അതെനിക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. നീ പെട്ടിയൊന്നും ആ ചൗധരിക്ക് തൂക്കി വിറ്റില്ലേ? പോലീസ് അങ്ങനെ കണ്ടാല് സമയം കിട്ടണ്ടേ? ഞാനിത് അടിച്ചു മാറ്റാൻ തിരക്കിലായിരുന്നു. ഈ പെട്ടി എങ്ങനെയുണ്ട്? പെട്ടി നന്നായിട്ടുണ്ട്. ഇത് കുത്തബ് മീനാറിന്റെ മുന്നിൽ നിന്നും അടിച്ചു മാറ്റിയ പെട്ടിയാണ്. കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് പെട്ടിയുടെ ഉടമസ്ഥൻ എന്റെ പിന്നാലെ ഓടിയപ്പോഴാണ് അവനൊരു മലയാളിയാണെന്ന് മനസ്സിലായത്. കഷ്ടം. ഇതാണ് പെട്ടിയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ. ഇത് ഫയലല്ലേ? ഓ, അകത്തുണ്ടല്ലേ? നമ്മുടെ ബെസ്റ്റ് ടൈപ്പ്. അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ MBA സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്. രമേശ് നമ്പ്യാർ MBA. അപ്പോ ഇനി മുതൽ ഞാനാണ് രമേശ് നമ്പ്യാർ MBA, the most intelligent, efficient gentleman general manager that Surya Group have ever seen. Original രമേശ് നമ്പ്യാരേ, നിന്റെ ജീവിതം ഇതോടെ നായ നക്കി. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ആള് വന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശുപത്രിയിൽ ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? എടാ, അത് കണ്ടാൽ അറിയില്ലേ? അയ്യോ, ഞാൻ ഭ്രാന്തനല്ല. ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാൽ ഞാൻ മുഴുവൻ ഭ്രാന്തനായി പോകും. ആട്ടെ, നിനക്ക് എന്ത് പണിയാണ്? എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാല് പിടിക്കാം സാർ. നമുക്ക് നല്ല ഒറിജിനൽ കൂർക്ക കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖമൊന്നും ഒരു കൂർക്കയ്ക്ക് ചേർന്നല്ല. എന്റെ മുഖം കൂർക്കയ്ക്ക് പറ്റിയതാണ് സാർ. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. സാബ് സാബ്, अरे लोगों, बाहर आ जाओ. इस देश और घर को रक्षा करने के लिए राम सिंह गूर्खा आया है. जबलपुर, जयपुर, जामशेदपुर, कोलालमपुर, करीपुर, राज कपूर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ. सब लूटा की होश में ये तो क्या किया. नमस्कार साहब. നമസ്കാർ. इधर काम के लिए जगह काली है. ये जानकर मैं नेपाल से आया हूँ. എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. मैं नेपाल वाला राम सिंह हूँ. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ഛായ. തനിക്ക് മലയാളം പറയുന്നു. थोड़ा थोड़ा मालूम. एक मलयाली नायर के एक नेपाली लड़की ഉണ്ടായതാണ് ഞാൻ. ക്രോസ. मगर अभ्यास में अव्वल नस्ल का हूँ. खिलाड़ियों का खिलाड़ियों हूँ मैं. देख लो साहब. 1 2 3 4 5 6 7 8 9 10. अरे भगवान, എന്തൊക്കെ ചെയ്യാനുള്ളയോ ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല. मैं राम सिंह गूर्खा हूँ. മേനൻ സാർ, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. चोरों को एक ही नजर में मुझे जानता हूँ. എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. चोर എന്താ?
താൻ കള്ളനാണെന്നാ ഇയാള് വീണ്ടും പറയുന്നത്. ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപ കണക്ക് എഴുതാൻ മറന്നു വെച്ച് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണ് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. ശുക്രിയ സാബ്.